എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വഖഫ് സുഡാപ്പികൾക്ക് പിന്നാലെ ഹലാൽ സുഡാപ്പികൾക്കും മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആസ്പദമായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 2 ആഴ്ച മുന്നേ ഉത്തർപ്രദേശിൽ ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളായ സിമൻറ്റ്, ഇരുമ്പ്, കട്ട എന്നീ സാധനങ്ങൾക്കൊക്കെ അവിടുത്തെ സുഡാപ്പികൾ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏർപ്പെടുത്തി. അതായത് സിമൻറ്റ്, ഇരുമ്പ്, കമ്പി എന്നീ സാധനങ്ങൾക്കൊക്കെ ഹലാലാക്കി നടത്തും. അപ്പോൾ യോഗി എന്ത് ചെയ്തെന്നറിയോ? ഹലാൽ മൊത്തത്തിലങ്ങ് നിരോധിച്ചു. യു പിയിൽ ഇനി ഹലാൽ പ്രോഡക്ട്സ് വേണ്ട, ഒരു ഹലാലും വേണ്ട, ഭക്ഷണത്തിനും വേണ്ട, ഒന്നിലും വേണ്ട, എല്ലാം നിങ്ങൾ നിരോധിച്ചു. അപ്പോൾ അവിടെ ഒരു സംഘടനയുണ്ട്, ജമാഅത്ത് ഉലമ ഹിന്ദ് എന്ന് പറഞ്ഞത്. ഈ സുഡാപ്പി സംഘടനയാണ് ശരിക്കും ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇവന്മാർ ഈ നിരോധനം നീക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ചെന്നു. അപ്പോൾ സുപ്രീം കോടതി ചെന്നപ്പോൾ അവിടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത ഒരു ബെഞ്ചിന് മുമ്പാകെ എന്താ പറഞ്ഞെന്നറിയോ? അതായത് ഇന്ത്യയിൽ ഇനി ഹലാൽ പ്രൊഡക്ട്സ് വേണ്ട, ഹലാൽ പ്രൊഡക്ട്സിൻ്റെ ആവശ്യം ഇവിടെയില്ല, വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് മാത്രം ഹലാൽ സർട്ടിഫിക്കേഷൻ മതി. അപ്പോൾ ഇവിടെയുള്ള സുഡാപ്പികൾ ചോദിക്കും, അപ്പോൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് മാത്രം എന്തിനാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന്? ശരിക്കും മുസ്ലിം രാജ്യത്തേക്ക് കയറ്റി അയക്കുമ്പോൾ മാത്രമാണ് അവിടെ ഹലാൽ സർട്ടിഫിക്കേഷൻ വേണ്ടത്. അവിടെ ഒരു ഇസ്ലാമിക് രാജ്യമാണ്, അത് മതനിയമമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരെ മതപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രൊഡക്ട്സ് കയറ്റി അയക്കുമ്പോൾ അത്തരം സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് തുഷാർ മേത്ത അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ്, അതായത് ശരിക്കും പണി മേടിച്ചിരിക്കുകയാണ്. അത് വഖഫിന് പിന്നാലെ ഈ ഹലാലും മൊത്തത്തിൽ അവിടെ നിരോധിക്കാൻ പോകണം. വഖഫിന് കിട്ടിയ പണി അറിയില്ലേ? അതായത് വഖഫ് യോഗിയെ കയറിയെന്ന് ചൊറിഞ്ഞു. അപ്പോൾ യോഗി പറഞ്ഞു, നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്ഥലം ഞാൻ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് പണി പുറകെ വരുന്നുണ്ടെന്ന് യോഗി കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുംഭമേള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഖഫിൻ്റെ എല്ലാ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ഡീറ്റെയിൽസ് യോഗിയുടെ ടേബിളിലെത്തും. ഇവന്മാർക്ക് മുട്ടൻ പണി കിട്ടും. അതായത് യോഗിയെ കയറിയെന്ന് ചൊറിഞ്ഞു, യോഗി തിരിച്ചങ്ങ് മാന്തി കൊടുത്തു. അതേമാതിരിയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. എടോ, എന്തിനാണ് ഈ സിമൻറ്റും കമ്പിയിലൊക്കെ ഹലാൽ? ഈ ഭക്ഷണത്തിൽ നമുക്ക് പറയുന്ന ചെറിയെങ്കിൽ ലോജിക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും. അതായത് മുസ്ലിംസിന് ഹലാൽ ഫുഡ് കഴിക്കണം, അങ്ങനെ ഹോട്ടൽസിൽ വേണമെങ്കിൽ എഴുതി വെക്കാം, അവന്മാർ വേണമെങ്കിൽ കഴിച്ചോട്ടെ, കഴിക്കാതിരിക്കാം. പക്ഷേ എന്തിനാണ് ഈ സിമൻറ്റിലും കമ്പിയിലൊക്കെ ഹലാൽ? ഇതിൻ്റെ അറ്റം ചെത്തിയിട്ടാണോ, ഈ കമ്പിയുടെ അറ്റം കട്ട് ചെയ്തിട്ടാണോ ഹലാലാക്കുന്നത്? എന്താണ് ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ യോഗി പറഞ്ഞെന്താണെന്നറിയാം? ഇവന്മാരുടെ ഉദ്ദേശം വ്യക്തമാണ്. ഇവിടെ മതപരമായ ഒരു ഡിവിഷൻ ഉണ്ടാക്കുക. അതായത് യോഗി കണ്ടെത്തിയ 2 വെർട്ടിക്കൽസാണ്. ഈ ഹലാലിന് യോഗി കണ്ടെത്തിയത് ഹലാൽ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ 2 ആസ്പെക്റ്റാണ് യോഗി പറഞ്ഞത്. ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ഒന്ന് മറ്റേത് റിലീജിയൻ പരമായ. അതെന്താണെന്ന് വിശദീകരിച്ച് തരാം. അതായത് ഉത്തർപ്രദേശ് സർക്കാർ നിരോധനത്തിന് പിന്നിൽ കണ്ട കാര്യം എന്താണെന്നില്ലേ? അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ഹലാൽ എന്ന് പറഞ്ഞ് ഇറക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിംസ് ഇറക്കുന്നതാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ മുസ്ലിംസും ഈ സാധനങ്ങളൊക്കെ വാങ്ങണം, പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ സാധനങ്ങൾ വാങ്ങണം. അതായത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഇറക്കുന്ന പ്രൊഡക്റ്റ് മുസ്ലിംസ് എല്ലാവരും വാങ്ങണം, പിന്നെ കൂടാതെ ഇത് മറ്റു മതസ്ഥരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യണം. അതൊരു ആസ്പെക്റ്റ്. പിന്നെ സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റാണ്. അതായത് അവരുടെ ആൾക്കാരെ മാത്രം വളർത്തുക, അവരുടെ ബിസിനസ് മാത്രം വളർത്തുക. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് ഹോട്ടൽസ് ഉണ്ടെന്ന് വെച്ചാൽ അടുത്തടുത്ത് ഒരു അയ്യപ്പ കഫേ, അപ്പുറത്ത് ഒരു ഹലാൽ കഫേ. അപ്പോൾ എല്ലാ മുസ്ലിംസും നേരെ എവിടെയൊക്കെ കയറിച്ചില്ല? നേരെ ഹലാൽ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിലേക്ക് കയറിച്ചില്ലും. ഇവിടെ ഈ ഹിന്ദുവിൻ്റെ കടയിലേക്ക് ആരും കയറില്ല. പക്ഷേ ഈ ഹിന്ദുക്കളും ഇതേ ഹലാൽ ഹോട്ടലിലേക്ക് കയറും. അപ്പോൾ അവരുടെ ആൾക്കാരുടെ ബിസിനസ് പുഷ്ടിപ്പെടും, അവർ ഫിനാൻഷ്യലായിട്ട് ഉയർച്ചയുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഈ ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല. ഈ ഹലാൽ എന്നോട്ടാടോ നമ്മളൊക്കെ ഹലാലൊക്കെ കേൾക്കുന്നത്? ഈ 10-20 വർഷത്തിന് അപ്പുറത്തല്ലേ ഈ ഹലാലൊക്കെ കേൾക്കുന്നത്? പണ്ടൊക്കെ 20 വർഷത്തിന് മുന്നേക്ക് ഹലാൽ കേൾക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്തല്ലേ നമ്മൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്? അപ്പോൾ വ്യക്തമാണ് ഇതിൽ നിന്നുള്ള ഉദ്ദേശിമാരുടെ ഉദ്ദേശം വ്യക്തമാണ്. എല്ലാത്തിലേക്കും മതം കുത്തിയിറക്കുക, അതൊരു ആസ്പെക്ട്. പിന്നെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും അവരുടെ ആൾക്കാർ, ഇത് ഹലാൽ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അവരുടെ ആൾക്കാരാണ്. അപ്പോൾ മുസ്ലിംസ് എല്ലാവരും ആ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ മുസ്ലിംസിൻ്റെ എല്ലാ ബിസിനസ്സും, മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും അതിൻ്റെ എൻഡ് യൂസർ മുസ്ലിംസ് ആയിരിക്കും. പിന്നെ കൂടാതെ ക്രിസ്ത്യൻസും ഹിന്ദുസും ഉണ്ടാവും. അതൊരു ആസ്പെക്ട്. പിന്നെന്താണെന്നറിയോ? ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഈ ജമാഅത്ത് ഉലമ ഹിന്ദ് എന്ന് പറഞ്ഞ ഈ സംഘടനയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് സർട്ടിഫിക്കേഷൻ വാങ്ങണം, അല്ലേ? അപ്പോൾ ഈ പൈസയൊക്കെ എവിടെ പോകുന്നു? ഇതൊരു ട്രസ്റ്റാണ്. ഇതിനൊരു ഗവൺമെൻറ്റിനായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. കുറച്ച് സുഡാപ്പികൾ ചേർന്ന് നടത്തുന്ന ഒരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഹോട്ടൽ തുടങ്ങുന്നു, അപ്പോൾ ഞാൻ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവരുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കേഷൻ വാങ്ങണം, ഹലാൽ സർട്ടിഫിക്കേഷൻ വാങ്ങണം. എന്തിൻ്റെ ആവശ്യമാണ് ഈ സുഡാപ്പികൾ നമ്മൾക്ക് പൈസ കൊടുക്കേണ്ടത്? അപ്പോൾ ഈ സുഡാപ്പികൾ എന്താ ചെയ്യുന്നത്? ഇത്തരത്തിൽ അങ്ങനെ ഒരു ഹലാൽ ജിഹാദ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അവർ മറ്റുള്ള മതസ്ഥരിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു, അവരുടെ ബിസിനസ് വളർത്താൻ ഉപയോഗിക്കുന്നു, അല്ലേ? സ്വാഭാവികമായിട്ട് അതായത് ഹലാൽ ഹോട്ടലിലേക്ക് എല്ലാവരും കയറുമ്പോൾ അപ്പുറത്ത് ഹലാലല്ലാത്ത ഹോട്ടലുകാരൻ എന്താ വിചാരിക്കുക? അവിടെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അവിടേക്ക് പോകുന്നത്. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആരും വരാത്തത്. അപ്പോൾ ഞാനും എടുത്തേക്കാന്നേ.
അങ്ങനെ വിചാരിക്കില്ലേ സാധാരണക്കാരൻ. അപ്പോൾ അദ്ദേഹം ഫോഴ്സ് ചെയ്യാണ്, അതായത് ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി. എന്നിട്ട് പൈസ കൊടുത്തിട്ട് ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നു. അത് ആർക്കാണ് കൊടുക്കുന്നത്? സർക്കാരിന് ഒന്നുമല്ല, ഈ സുഡാപ്പി സംഘടനക്കാണ്, ഈ സുഡാപ്പി ട്രസ്റ്റിൽ നിന്ന് പോയിട്ട് സർട്ടിഫിക്കേഷൻ എടുക്കണം, എന്നാലേ നമുക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു ബിസിനസ് ജിഹാദ് തന്നെയാണ് അത്. യോഗി ശരിക്കും പൂട്ടിയിരിക്കുകയാണ്. യോഗി എടുത്ത് ഒരു കളി നടക്കില്ല. യോഗിക്ക് മനസ്സിലായി ഇത് ഇവന്മാരുടെ തന്ത്രം തന്നെയാണ്. അതായത് ഇന്ത്യ പിടിച്ചെടുക്കാൻ, അത് അവന്മാർ പല കളിയും കളിക്കും. അതായത് അവരുടെ ആൾക്കാരെ ഇത് വളർത്തുക, മറ്റുള്ള മതസ്ഥരെ അടിച്ചേൽപ്പിക്കുക അവരുടെ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഇവർ ഹലാൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർ എന്താ പറയണ്ടേ, ഹിന്ദുവിന് ഹലാലായ കാര്യം ഇവർക്ക് ഹറാമാണ്. അപ്പോൾ അതേമാതിരി തന്നെയല്ലേ ഇവർക്ക് ഹലാലായ കാര്യങ്ങൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിയും ഹറാമായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ പോരെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ ശബരിമലയിലെ അരവണ പായസം ഹിന്ദുവിൻ്റെ ആചാരപ്രകാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ഇവിടുത്തെ മുസ്ലിംസ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. കഴിക്കുമായിരുന്നു പണ്ടൊക്കെ, പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അതായത് ഹിന്ദുവിന് ഹലാലായ കാര്യം അവർക്ക് ഹറാമാണ്, അതവർ കഴിക്കില്ല. പക്ഷെ അവർക്ക് ഹലാലായ കാരണം ഹിന്ദു കഴിക്കണം. അപ്പോൾ അവരുടെ ഹലാൽ മറ്റു മതസ്ഥർക്ക് ഹറാമായ സാധനം അവർക്ക് അടിച്ചേൽപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് യോഗി ആദിത്യനാഥ് ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഉത്തർപ്രദേശിൽ ഹലാൽ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടെന്ന് യോഗി തീർത്ത് പറഞ്ഞു. മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശിൽ ഒരു വർഷം മറിയുന്നത്, ഈ ഹലാലിൻ്റെ പേരിൽ മറിയുന്നത് കോടിക്കണക്കിന് ബിസിനസ്സാണ് ഒരു വർഷം. അതായത് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ, ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി തന്നെ ഈ സുഡാപ്പി സംഘടനകൾക്ക് കോടിക്കണക്കിന് ഉറുപ്പിക വരുമാനം ഉണ്ടെന്ന് പറയുന്നത്. ഇവർ ടാക്സ് പോലും അടക്കില്ല. അപ്പോൾ യോഗി ഈ ഹലാൽ നിരോധനം ഏർപ്പെടുത്തുക മാത്രമല്ല, ഇവന്മാരുടെ ഫുൾ ട്രാൻസാക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാണ്. എന്നിട്ട് നേരെ ഈടിക്ക് അങ്ങ് പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഈ വഖഫിൻ്റെ വരുമാനം 100 കോടിയാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഈ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം വരുമ്പോൾ അവർ പിന്നീട് 200 കോടിയാക്കി പറഞ്ഞു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ മനസ്സിലായി 15,000 തൊട്ട് 20,000 കോടി വരെ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് വരുമാനമുണ്ട് ഈ വഖഫിന്. ഒന്ന് ആലോചിച്ച് നോക്കി, ടാക്സ് അടക്കാതെ 20,000 കോടിയുടെ അടുത്ത് ഇവന്മാർക്ക് വരുമാനമുണ്ട്. ആകെ 100 കോടിക്ക് ടാക്സ് അടക്കുന്ന ഇവന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ബാക്കി വരുന്ന തുകകളൊക്കെ ഇവിടുത്തെ തീവ്രവാദ സംഘടനക്കും ഇവരുടെ സംഘടന വളർത്താനും അല്ല ഉപയോഗിക്കുന്നത്. അതുമാതിരി തന്നെ മറ്റൊരു ജിഹാദാണ് ഈ ഹലാൽ എന്ന് പറയുന്നത്. അതിനെ കാരണക്കുറ്റി നോക്കി അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പക്ഷേ എന്ത് തന്നെയാലും ഇത് നല്ലൊരു മാതൃകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കേരളത്തിലാണ്. ഒന്ന് ആലോചിച്ച് കേരളത്തിൽ കൊച്ചിയിൽ ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു വന്നത്. എന്താണ് ഇതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരൊരു പ്രൈവറ്റ് മെസ്സേജ് കൊടുക്കണം ജനങ്ങൾക്ക്. അതായത് ഇതൊരു മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാണ്, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പ്രൈവസി ഉണ്ട്, അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ വന്ന് വാങ്ങുക, മറ്റു മതസ്ഥർ വന്നാൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യേണ്ട, ആ ഒരു സെറ്റപ്പിലൊരു മെസ്സേജ് കൊടുക്കുകയാണ് ഹലാൽ കോണ്ട. എന്തുവാണ് ഈ ഹലാൽ കോണ്ടോ ഒക്കെ? നമുക്ക് ഹലാൽ ഫുഡ് എന്നൊക്കെ പറയാൻ നമുക്ക് അംഗീകരിക്കും. ഹലാൽ കോണ്ടൊക്കെ എന്ത്, ഇതിന് അറ്റം ചെത്തിക്കളെ, എന്തുവാണിത്? ഹലാൽ കോണ്ടം, ഹലാൽ എന്താ പറയുക, സകലതിലും ഹലാൽ ടൂത്ത് പേസ്റ്റ്, ഹലാൽ ഡ്രസ്സ്, ഹലാൽ ലാപ്ടോപ്പൊക്കെ വരെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന എന്താ പറയണ്ട വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതായത് ആ ഹലാൽ ബിസിനസ്സിൽ അവർക്ക് ആ സർട്ടിഫിക്കേഷൻ എടുക്കാൻ തന്നെ കുറേ പൈസ കൊടുക്കേണ്ടി വരും. ഇത് ഇവരുടെ മറ്റു മതസ്ഥരുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതിന് തക്കതായി മറുപടി കൊടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവന്മാരുടെ ഒരു പരിപാടി നടക്കില്ല, സത്യത്തിൽ പെട്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ട് അവന്മാരെ പൂട്ടിയിരിക്കുകയാണ്. വഖഫ് പൂട്ടി, ഹലാൽ പൂട്ടി. ഇനി മതപരമായ ഒരു കാര്യങ്ങൾ ഇവിടെ വേണ്ട. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ഒരു മതരാജ്യമല്ല. അത്തരത്തിൽ ആൾക്കാർക്കാണ് പോകാൻ വേറെ ഒരുപാട് സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയിക്കൊള്ളുക എന്നൊരു മെസ്സേജ് തന്നെയാണ് യോഗി ആദിത്യനാഥ് കൊടുത്തത്. എന്തിനും യോഗി ആദിത്യനാഥ് സല്യൂട്ട് അടിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.